വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറപറ സറപറ. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിലാട്ടോ ഉള്ളത്. നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇത്രയും ദിവസം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ദിവസം. അപ്പോൾ ഇത്രയും ദിവസമൊന്നും പൂക്കളമൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ തലേ ദിവസമെങ്കിലും ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇടാമെന്ന്. അങ്ങനെ കുറച്ച് പൂവൊക്കെ ഇവിടെ അടുത്തൊന്നും നമുക്ക് പൂവ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പൂവ് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ പൂവ് മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പം ഇവിടെ കുറച്ച് പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് പൂക്കളെ കിട്ടിയുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോരെയെന്ന് അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ റെഡിയായി. ഇപ്പം രാത്രി 11:30 ആയി. ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാനൊക്കെ പോയി. അതിന് ശേഷം വന്നിട്ട് പൂവൊക്കെ പൂക്കളൊക്കെ റെഡിയാക്കിയത് കാണിച്ചു തരാം അവസാനം എങ്ങനെയായിട്ടുണ്ടെന്ന്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം. ലെറ്റ്സ് സീ. കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ. ഞങ്ങളിത് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇത് ഏതൊക്കെ പൂക്കളാണ്? ജമന്തി, വാടാമല്ലി, പിന്നെ സൈഡിൽ അരളിപ്പൂവുണ്ട്, പിന്നെ ആ റെഡ് റോസാപ്പൂവിൻ്റെ ഇതാണത്, റെഡ്. പിന്നെ ഏതായിരുന്നു ആ മഞ്ഞ? ഏതാടി? ബന്ദിപ്പൂ ഉണ്ട്. ഇത്ര കിട്ടിയോളൂ. ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് പൂക്കളൊക്കെ തീർന്നു എന്നുള്ളൂ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം ഈ ഒരു സ്പേസിൽ ഇടാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാട്ടോ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഓണപ്പൂക്കളം. പിന്നെ ഒരുപാട് ശരിയായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കിട്ടിയ പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇനിയിപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാമല്ലോ. എല്ലാ വർഷവും ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ അതെ പൂക്കളമൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പം 11:30 ഞങ്ങൾ ഉറങ്ങാൻ നേരമായി. നാളെ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണം. പാഴൂര് അമ്പലത്തിലാണ് പോണേ. അപ്പം ഈ പ്രാവശ്യം വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. നേരത്തെ ഉറങ്ങണമെന്ന് കരുതി, പക്ഷേ ഇപ്പോൾ ലേറ്റായി. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്ന് ഓണമായിട്ട് രാവിലെ ഞാൻ കുളിച്ചൊക്കെ ഇട്ട് റെഡി ആവാൻ പോകണു ഇനി അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് റെഡി ആവുക കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ട് ഞാൻ സാധാരണ കുറച്ചധികം നേരം എടുത്തൊക്കെ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഇത് ഞാനിപ്പം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്കിൻ കെയർ നയാസിനമൈഡ്. അമ്മ ഓൾറെഡി റെഡിയായി. അപ്പം ഇനി ഞാൻ റെഡി ആയി ഇങ്ങനെ ചീത്ത പറയും. ഓൾറെഡി ഞാൻ നേരത്തെ മുതൽ കുളിച്ചിട്ടിരിക്കണതാണ്. ഒരു 7 മണി മുതലൊക്കെ കുളിച്ചിട്ടൊക്കെ ഇരിക്കണമായിരുന്നു. പക്ഷെ ഞാൻ റെഡി ആയില്ലായിരുന്നു. എന്നത്തെയും പോലെ തന്നെ ഇപ്പോഴും. ഇനി ഒരു പൊട്ടൂരി കുത്തിയ സെറ്റ്. മുടി ഞാനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്ലിപ്പിട്ടിങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് പുറകിലൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നേരെ അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പം തന്നെ ലേറ്റായി. പോകുമ്പോൾ കാണിച്ചു തരാവേ. ഇതാട്ടോ ലാലു അലക്സിൻ്റെ വീട്. പിറവം. ഒട്ടും തിരക്കില്ലാത്ത പിറവം ടൗണ്. ഇന്നലെ എന്ത് തിരക്കായിരുന്നു അറിയോ? ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. കേട്ടോ അതെ ഇപ്പം പിറവം പാലെത്തി. അത് കണ്ടോ, അതാണ് ഇവിടുത്തെ പിറവം വലിയ പള്ളി കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് പിറവം വലിയ പള്ളിയുടെ പെരുന്നാളൊക്കെ. കാഴ്ച ഈ അമ്പലത്തിനോട് ചേർന്ന് തൊട്ട് താഴെ തന്നെ അമ്പലമുണ്ട്. നമ്മളിതേ പാഴൂർ അമ്പലം എത്തിയിട്ടോ.
നമ്മൾ അമ്പലത്തിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നണം. നേരത്തെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ. ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് വർഷങ്ങളായില്ലേ. ഇവിടെ വലിയൊരു ആലുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി ഇപ്പം ചെറിയൊരു പുതിയ ആല് വെച്ചേക്കും അവിടെ. ഫ്രണ്ടിലെ അങ്ങനെ ദേ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്കാട്ടോ പോണ വഴിക്ക് ഇടയ്ക്ക് ഒന്ന് കടയിൽ കയറണം. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഇനി പായസം ഉണ്ടാക്കാനുണ്ട്. പാഴൂര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നതുമായിരുന്നു, എപ്പോഴും ഇഷ്ടമുള്ളതാട്ടോ പാഴൂരപ്പൻ. എനിക്ക് എപ്പോഴും ഞാൻ പോണത് ചോറ്റാനിക്കരമ്മയും പാഴൂരപ്പൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പോണത് അതാ. എനിക്ക് കുറേ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. നേരത്തെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അമ്മയുടെ പുറകെ ഇങ്ങനെ കയറി ഓരോ സ്ഥലത്ത് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും എനിക്ക് ഒരു മെമ്മറീസൊക്കെയാണ് വരുന്നത്. മിക്കപ്പോഴും അമ്പലത്തിൽ പാഴൂരപ്പൻ്റെ അടുത്ത് എപ്പോഴും അമ്പലത്തിൽ പോകുമായിരുന്നു. പിന്നെ ചോറ്റാനിക്കര നിർമ്മാല്യത്തിനും രണ്ടിടത്ത് നിർമ്മാല്യത്തിനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എന്താ പറയുക, വീണ്ടും വന്ന് തൊഴുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു, അവിടെയാണെങ്കിൽ ഇങ്ങനെ അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. വീണ്ടും ഇനി അവിടെ ചെന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും ഇതൊക്കെ ഓർത്ത്. അങ്ങനെ നമ്മൾ ചെറുമൂഴിക്കലിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഇനി നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോവുക. ഇവിടെ ഉള്ളൊരു കെന്തി അറിയില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചു എന്താ പറയുക, സദ്യ ഒരുക്കുന്ന സമയത്തും അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാമെന്ന്. പക്ഷെ പറ്റിയില്ല. ഇതിങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ചില സമയത്ത് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതായിട്ട് വരും. പിന്നെ അയ്യോ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ഓണസദ്യയൊക്കെ ആയിരുന്നു. പിന്നെ എന്നാ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.
അതുവരെയും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ.